ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയിൽ മണ്ണിടിഞ്ഞ വീട് തകർന്നു. തേവക്കൽ സ്വദേശി ലൈജുവിന്റെ വീടാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിലിൽ തകർന്നത്. അപകട സമയം വീട്ടിലുണ്ടായിരുന്ന ലൈജു അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ലൈജുവിന്റെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്നത്. ശബ്ദം കേട്ട് മുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ മുറിയുടെ ഒരു വശം തകർന്നു വീണു. അടുക്കള ഭാഗവും തകർന്നു. ഒരു സൗണ്ടും കേട്ട് അവിടെ എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ ചെറുതായിട്ട് വന്നത് ഇരിയുള്ളൂ. അവിടെ എന്താ നോക്കാമെന്ന് പറഞ്ഞ് 4 സ്റ്റെപ്പുകൾ വെക്കലും ഇവിടെ ഡോറം വെക്കലും പത്തിയിട്ട് ഞാൻ വീണു. ലൈജുവും ഭാര്യയും മകളുമാണ് വീട്ടിൽ താമസം. അപകട സമയം ഭാര്യയും മകളും വീട്ടിലുണ്ടായിരുന്നില്ല. 2.5 വർഷം മുന്നെയാണ് പുതിയ വീട് വെച്ച് ലൈജുവും കുടുംബവും താമസം തുടങ്ങിയത്. എങ്ങനെയും മണ്ണൊക്കെ മാറ്റി കിട്ടിയ സന്തോഷം. ഇന്നലെ വന്ന കൊച്ചു കരുത്തിലാണ് ഉള്ള സ്വർണ്ണമുള്ള വല്ല പുള്ളി വീട്ടിലാണ് എടുത്ത് വളർന്നത്. പിന്നെ ഒന്നുമില്ല, തുള്ളി പോലില്ല എല്ലാം കൂടി വിറ്റാണ് ചെയ്ത് വീട് വേണം. അപകടത്തെ തുടർന്ന് ലൈജുവിൻ്റേതുൾപ്പെടെ സ്ഥലത്തെ 2 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. കുന്നിൻ മുകളിലുള്ള മറ്റ് 3 വീടുകളും അപകടാവസ്ഥയിലാണ്. ആ മുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ എന്ന് പറയുന്നത് ആ 3 വീട്ടിൽ ഒരു കുടുംബം ഒരു വിധവയായിട്ടുള്ള ഒരു ക്യാൻസർ ബാധിതയായിട്ടുള്ള ഒരു അമ്മയാണ്. അവരുടെ ഉൾപ്പെടെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞാൻ ഈ അവസാനം കഴിഞ്ഞ ഡിസംബറിൽ പരാതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണം ഇപ്പോഴും വന്നിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റും വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട റവന്യൂ അധികാരികളും എല്ലാം ഈ സ്ഥലം സന്ദർശിക്കുകയും മതിയായിട്ടുള്ള സഹായം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണം അവരുണ്ടാക്കുമെന്നുള്ള ഒരു ഉറപ്പ് നില തന്നിട്ടുണ്ട്. 3 വർഷം മുന്നേ സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. സ്ഥലത്തെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ല. കൈരളി ന്യൂസ്, കൊച്ചി.